ഹായ് ഫ്രണ്ട്സ്, ഇന്ന് RRB JEE സ്റ്റഡി വ്ളോഗിൻ്റെ ഡേ 8 ആണ്. അപ്പോൾ ഇന്നും നമ്പർ സിസ്റ്റം നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ കംപ്ലീറ്റ് ആയില്ലല്ലോ, അപ്പോൾ ബാലൻസ് ഇന്നുകൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഇന്നുകൂടെ പഠിച്ച് തീർക്കണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്പർ സിസ്റ്റം ബാക്കി നോക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് വരുന്നു എന്നുള്ളത് ഇന്നലെ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, നമുക്കറിയുന്നതോ അറിയാത്തതോ ആയിട്ട്, ഇപ്പോൾ സേർട്സ് ആയാലും സ്പെഷ്യൽ നമ്പറിൻ്റെ കേസിൽ വരുന്നത് പൈ, ഇ, അതൊക്കെ. പിന്നെ ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, അതൊക്കെ നമുക്കറിയാം. ദെൻ പെർഫെക്റ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ അറിവ് അത് തന്നെ ആയിക്കോട്ടെ. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 ആൻഡ് 6. ഈ 6 ഒഴിച്ച് ബാക്കിയുള്ള 3 എണ്ണവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതും 6 ആയിരിക്കും. ദാറ്റ് മീൻസ് 1 × 2 × 3 ചെയ്താലും 6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്രോക്കൽ, ഈ റെസിപ്രോക്കലിൻ്റെ സം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പേഴ്സ് വിത്ത് സം ഓഫ് ഓൾ ദി റെസിപ്രോക്കൽ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന 2 ഡിജിറ്റ് നമ്പർ, ഏക 2 ഡിജിറ്റ് നമ്പർ ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇന്നത്തെ അറിവും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യനും ഒരുമിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ 0 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണോ നെഗറ്റീവ് ഇൻറ്റിജർ ആണോ എന്നുള്ളതായിരുന്നില്ലേ. അപ്പോൾ 0 എന്ന് പറയുന്നത് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. പിന്നെ ഇതിനകത്ത് വേറെ പഠിക്കാനുള്ള നമ്പർ ഓഫ് സീറോസ്, അതായത് 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ട് പവറൊക്കെ തന്നിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഒരു ടൈപ്പ്. പിന്നെ അതിൻ്റെ തന്നെ ഫാക്ടോറിയലിൻ്റെ കേസ്. പിന്നെ ഡിവിസിബിലിറ്റി റൂള് നോക്കുകയാണെങ്കിൽ ഓരോ നമ്പേഴ്സും, ഇപ്പോൾ ഒരു വലിയ നമ്പർ തന്നിട്ട് ഇത് ഡിവിസിബിൾ ബൈ 3 ആണോ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 8 ആണോ അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ കുറേ നമ്പേഴ്സുകൾ തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഡിവിസിബിൾ ബൈ 11 അല്ലാത്തത്, എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതാണ് ഈ ഡിവിസിബിലിറ്റി റൂളിൽ. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു, കാരണം പണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതായിട്ട് ഓർക്കുന്നു. ദെൻ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് വലിയൊരു നമ്പർ എന്നിട്ട് ചില നമ്പേഴ്സ് മാത്രം A, B എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ട് ആ എയുടെ സ്ഥാനത്ത് ഏതാ ബിയുടെ സ്ഥാനത്ത് ഏതാന്ന്, അത് ഡിവിസിബിൾ ബൈ ഇന്ന നമ്പറാണെന്നും കൂടെ തരും, എന്നിട്ട് അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കൽ. ദെൻ പിന്നത്തെ ടൈപ്പ് സക്സസീവ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു നമ്പറിനെ ഇന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന റിമൈൻഡർ ഏതാണോ അല്ലെങ്കിൽ കോഷ്യൻ്റ് ഏതാണോ അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫാക്ടേഴ്സ്, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദിച്ചുകൊണ്ടുള്ള സംഭവം. ഓക്കെ. അതിൻ്റെ പവറുകൾ തമ്മിൽ ഗുണിച്ചിട്ടും മൈനസ് ചെയ്തിട്ടും പ്ലസ് ചെയ്തിട്ടും അങ്ങനെ കുറച്ച് ഇച്ചിരി പഠിക്കാനുണ്ട് അതിനകത്ത്. അതിൻ്റെ തന്നെ സമ്മും പ്രൊഡക്റ്റും വരുന്ന ടൈപ്പുണ്ട്. ദെൻ സ്ക്വയേഴ്സ്, ക്യൂബ്സ്, അതൊക്കെ തന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് ഇച്ചിരി കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു പോർഷനിലും നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റിമൈൻഡർ തിയറം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു എക്സ് എന്ന് പറയുന്ന നമ്പർ, അതിനെ വൈ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സെഡ് എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആ നമ്പറിനെ ഒരു എ എന്ന് പറയുന്ന ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? അങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതാ പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് അധികം പഠിക്കാനുണ്ട് കുറേ. അതുകൊണ്ട് തന്നെ ഇന്നും എൻ്റെ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ തീർന്നില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കി പഠിച്ചു പോകണം, അല്ലാതെ ഇനി നോട്ട്സും ഷോർട്ട് നോട്ട്സും എല്ലാം തയ്യാറാക്കിയിട്ട് ചുമ്മാ ജസ്റ്റ് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് വെച്ചേക്കാൻ ടൈമില്ല. ഇപ്പോൾ SSC CGL വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. RRB JEEക്ക് വേണ്ടി എന്തായാലും നമ്മൾ GKയും ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും സയൻസും എല്ലാം ഒക്കെ പഠിക്കുമല്ലേ. അപ്പോൾ എന്തുകൊണ്ട് CGLനും സെയിം പോർഷൻസാണ്, എക്സ്ട്രാ ആയിട്ട് ഇംഗ്ലീഷും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. എക്സാം എഴുതിയ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, എക്സാം എഴുതുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസും ആവുന്നു. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതേ പാറ്റേണിൽ വരുന്ന വേറെ എക്സാംസ് ഉണ്ടെങ്കിൽ മാക്സിമം എഴുതുക. എക്സാം എഴുതി ഒരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കൊരു കണ്ടുപരിചയമെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള എക്സാംസിന് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് എളുപ്പമായിരിക്കും.
എപ്പോഴും നമ്മൾ എക്സാം എഴുതി വേണം പ്രാക്ടീസ് ചെയ്യാൻ. അത് എന്നോട് പണ്ട് ടീച്ചേഴ്സ് ആയാലും ശരി, കോച്ചിങ് സെൻറ്ററിലെ ടീച്ചേഴ്സ് ആയാലും ശരി, എല്ലാവരും പറയാറുള്ള ഒരു കേസാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ.